രേവതി ബാറിലെത്തി സച്ചിയുടെ കാര്യം പറയുന്നു. ആ വീഡിയോ കാരണം ഞങ്ങളുടെ ബാറിന് അപമാനമായി എന്നും CCTV ദൃശ്യമൊന്നും എടുക്കാൻ പറ്റില്ല എന്നും ഇയാൾ ഇവിടുന്ന് പോയേ എന്നൊക്കെ ആദ്യം പറയുന്നു. എന്നാൽ നിങ്ങളുടെ ഒരു സഹോദരിയായി കണ്ട് ഒന്ന് സഹായിക്കുമെന്ന് രേവതി കരഞ്ഞപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഭർത്താവിന് വേറെ ആരും ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നി, പക്ഷേ നിങ്ങൾ ഒരു പാവമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇനിയിപ്പം ഞാൻ ആദ്യം ഇതിനൊന്നും ഇടപെടണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ പറച്ചിൽ കേട്ടിട്ട് നിങ്ങൾ വളരെ സത്യസന്ധതയായിട്ട് പറയുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാം. അന്നത്തെ CCTV ദൃശ്യം കാണിച്ചു കൊടുക്കാൻ ഒരാളെ വിളിച്ചിട്ട് പറയുന്നു. അത് കണ്ടു കഴിഞ്ഞ രേവതിക്ക് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന കാര്യം മനസ്സിലായി. കാരണം ആ വീഡിയോ എടുക്കുന്ന ദൃശ്യമെല്ലാം അതിലുണ്ടായിരുന്നു. അവൾ വളരെ കരഞ്ഞ ഭാവത്തോടു കൂടി നന്ദി പറഞ്ഞ് വെളിയിലിറങ്ങി. ശ്രീകാന്തിന് വീഡിയോ അയച്ചിട്ട് പെട്ടെന്ന് തന്നെ സജിയുടെ കാർ സ്റ്റാൻഡിൽ വരാൻ ആവശ്യപ്പെടുന്നു. സജി കൂട്ടുകാരുമായി കാർ കിട്ടാത്ത കാര്യം പറഞ്ഞിരുന്നപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്. ശ്രീകാന്തിൻ്റെ രേവതി അവിടെ വരുന്നു. എന്നിട്ട് എല്ലാവർക്കും ഈ ദൃശ്യം കാണിച്ചു കൊടുക്കുന്നു. രേവതി പറയുന്നു, സജി ചേട്ടൻ അനുഭവിച്ച വേദനയും ഈ വീഡിയോടൊപ്പം പങ്കിടണം. അതിനേക്കാൾ വൈറലായി ഈ വീഡിയോ മാറണം. ശ്രീകാന്തിനോട് വീഡിയോ എടുക്കാൻ പറയുന്നു. സജി അവൻ്റെ വേദനകളും ദുഃഖങ്ങളും അവൻ അനുഭവിച്ച ഈ 3 ദിവസമായി അവൻ അനുഭവിച്ച എല്ലാ സങ്കടവും ആ ദൃശ്യത്തിൽ പറയുന്നു. ശ്രീകാന്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട് എല്ലാവരും സങ്കടപ്പെടുകയും ഒരു നിരപരാധിയെ എത്ര ക്രൂരമായാണ് സോഷ്യൽ മീഡിയ അപമാനിച്ചതെന്ന് ചർച്ചയാകുന്നു. സജിയുടെ അച്ഛന് ഈ വീഡിയോ കണ്ട് സ്തംഭിച്ചു നിൽക്കുന്നു. എൻ്റെ സജി എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാ, അച്ഛനോട് ഞാൻ കള്ളം പറയില്ല എന്ന്. എന്നിട്ടെനിക്ക് അവനെ വിശ്വസിക്കാൻ തോന്നിയില്ലല്ലോ. എന്നാൽ അവൻ്റെ ഭാര്യ അവനെ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അവൾ അതിന് വേണ്ട പരിഹാരം ചെയ്യുകയും ചെയ്തു. രേവതിയും സജിയും ശ്രീകാന്തുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. SI ചായ വാങ്ങിക്കൊടുത്ത് 3 പേരെയും സ്വീകരിക്കുന്നു. രേവതിയെ അഭിനന്ദിക്കുന്നു. വേറെ ഏതെങ്കിലും സ്ത്രീ ആയിരുന്നെങ്കിൽ നാണക്കേടെന്നും പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുമായിരുന്നു. രേവതി നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിന്ന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്തല്ലോ. നിങ്ങൾ ഭാഗ്യവാനാണെന്ന് സച്ചിയോട് പറയുന്നു. വളരെ അഭിമാനത്തോടു കൂടി സച്ചി രേവതിയെ നോക്കുന്നു. കാറുമായി അവർ ഇറങ്ങാൻ നേരം ആൻ്റണിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. പിന്നെ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഞാൻ ഇയാളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരാം. കേസ് വേണ്ടെന്ന് SI പറഞ്ഞു. എന്നാൽ ഇവൻ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന 1 രൂപ പോലും എനിക്ക് വേണ്ട. ഈ കുറ്റത്തിന് എത്ര ശിക്ഷ കൊടുക്കാമോ അത് നൽകിയാൽ മതിയെന്ന് സച്ചി പറയുന്നു. അവിടെ വെച്ച് തന്നെ രേവതി സച്ചിയോട് പറയുന്നു ആൻ്റണിക്ക് 2 എണ്ണം കൊടുക്കാൻ. എന്നാൽ ശ്രീകാന്ത് തടുത്തിട്ടും രേവതിയുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് 2 എണ്ണം പൊട്ടിക്കുന്നു. പോലീസുകാർ സച്ചിയെയും രേവതിയെയും വഴക്ക് പറയുന്നു. സച്ചിയുടെ അച്ഛൻ വന്ന് എല്ലാവരെയും വിളിച്ച് വീഡിയോ ക്ലിപ്പ് സുധിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് TV-യിൽ പ്ലേ ചെയ്യാൻ പറയുന്നു. എൻ്റെ കുഞ്ഞിനെ ക്രൂശിക്കാൻ നിങ്ങൾ കാണിച്ച വ്യഗ്രത ഇത് കണ്ടു കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് പറയൂ എന്ന് പറഞ്ഞ് വളരെ ക്ഷീണിതനായി തളർന്നു മയങ്ങി. എന്താ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നു. ഇപ്പം ആര് ഞങ്ങൾ എന്താ ചെയ്തു എന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്നും ഇതൊന്നും മനസ്സിലായില്ല. അവരൊന്നും ഇത് കണ്ടതുമില്ല. അതുകൊണ്ട് എന്തായാലും എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ച് TV-യിൽ പ്ലേ ചെയ്യാൻ. ഇത് വേറെ ആരും പ്ലേ ചെയ്യണ്ട. അന്ന് സുധിയല്ലേ ഇതിട്ട്, സുധിയും ശ്രുതിയും എൻ്റെ കുഞ്ഞിനെ അഭിമാനിച്ചില്ലേ, അതുപോലെ ഇതും നീ തന്നെ പ്ലേ ചെയ്തിട്ട് അഭിപ്രായം പറയുമെന്ന് സുധിയോട് കർശനമായി പറയുന്നതോടുകൂടി ഇന്നത്തെ ഇത് അവസാനിക്കുന്നു. ബൈ, നാളെ കാണാം.